ഇന്ന് നമുക്കൊരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം. കുറച്ച് കടലമാവും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നല്ലൊരു സ്വീറ്റ് റെഡിയാക്കിയെടുക്കാം. വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റും. അതിനായി ആദ്യം വേണ്ടത് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 നൂൽ പരുവത്തിലേക്ക് ഇളക്കിയെടുക്കുക. അതിലേക്ക് കളർ കിട്ടുന്നതിനായി കളർ പൊടി ചേർക്കാം. പക്ഷേ ഞാനിവിടെ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം 1 നൂൽ പരുവത്തിലാവുന്ന സമയത്ത് 1 സ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് കടലമാവ് ചേർക്കുക. അതിലേക്ക് 1 പിഞ്ച് ഉപ്പുമിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഇളക്കിയെടുക്കുക. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ എടുത്ത മാവിനെ ഓരോരോ സ്പൂൺ അതിലേക്ക് ഒഴിച്ച് 2 വശവും നന്നായി മുരിച്ചെടുത്തതിന് ശേഷം അതിനെ മാറ്റി വയ്ക്കുക. പിന്നീട് അത് നന്നായി തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് തരിതരിപ്പായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ഈ മിശ്രിതത്തിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാവിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. 1/4 കപ്പ് കാഷ്യൂനട്ട് ചെറുതായി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് ഒരു വലിയ സ്പൂൺ നെയ്യ് കൂടി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ആ ഇളം ചൂടോടുകൂടി തന്നെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് അതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് വെച്ചാൽ നല്ലൊരു ബേസിൻ ലഡു തയ്യാറായി.